നമ്മള് ട്രിവാൻഡ്രത്ത് വൈഗ ഈ വർഷത്തെ വൈഗ 26 ഉള്ളത്. 11 മുതൽ 16 വരെയുള്ള ഒരു പരിപാടിയാണ്. ഏകദേശം ഞാനിവിടെ വന്നിട്ട് 8-ാം തീയതി വന്നതാ. DPR ക്ലിനിക്ക് മുതൽ ഇവിടെ ഓരോ പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോ 2 ദിവസമായിട്ട് ഇവിടെ ഒരു പുതിയൊരു ഷോപ്പ് ഉണ്ട്. നമുക്ക് ആ ഷോപ്പ് കാണാൻ പോവാം. മഷൂറ സ്പൈസസ്, ദ ആർട്ട് ഓഫ് പ്യുവർ ടേസ്റ്റ്. മഷ്റൂമിന്റെ മാത്രം ഡിഷാണ്. മഷ്റൂം ഫാമേഴ്സ് ആണ് ഇത് നടത്തുന്നത്. ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടാം. വാ, ഡിഷൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് നോക്കാം. പേരെന്തായിരുന്നു? ശിവഹർ. ശിവഹർ. വേറെ എത്ര പേരല്ലേ? ഇവിടെ ആരൊക്കെയല്ലേ? പാർട്ട്നേഴ്സ്. നിങ്ങൾ 3 പേര്. പിന്നെ യൂണിഫോം കുറച്ച് അധികം ഉണ്ടല്ലോ. 5 പേര് സഹായത്തിനാ? ഞങ്ങളുടെ ഫ്രണ്ട്സാ. ഓക്കെ 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 ഓക്കെ. പിന്നെ എന്താണ് ഈ കൺസെപ്റ്റിന്റെ പുറകില്? ഞങ്ങള് മഷ്റൂമിനെ കുറച്ചുകൂടെ ഡിലീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിലേക്ക് കൺവേർട്ട് ചെയ്ത മാർക്കറ്റിൽ കുറച്ചുകൂടെ ഒരു ഡയറക്റ്റ് നമ്മൾ ഒരു ബൈ പ്രോഡക്റ്റിലേക്ക് വാല്യൂ അഡീഷനിലേക്ക് പോകുന്നതാണ്. അതിന്റെ അഡീഷൻ നമ്മുടെ ഇപ്പൊ യൂഷ്വലി നമ്മുടെ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, നമ്മൾ റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്. അപ്പൊ അതേപോലെ മഷ്റൂം അങ്ങനെ എല്ലാവരും അധികം കൺസ്യൂം ചെയ്യാറില്ല. അപ്പൊ അത് എല്ലാവരിലേക്കും ഒന്ന് ടേസ്റ്റി ആയിട്ട് എത്തിക്കാൻ കഴിഞ്ഞാൽ. ഈ ഫുഡ് പ്രിപ്പറേഷനിലേക്ക് പോകാൻ വേണ്ടി ആ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ഒരു ഷെഫ് ഉണ്ട്. പുള്ളി ബാംഗ്ലൂരൊക്കെയാണ്, ഗോവ അവിടെയാണ്. ഫ്രണ്ടാണ്. പുള്ളി ഫ്രണ്ട് ഈ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മെനു ഞങ്ങള് ഈ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിതായിട്ടുള്ള സ്പെഷ്യൽ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ടേസ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തന്നു. നല്ല ഞങ്ങള് ഇനിഷ്യലി ഞങ്ങളൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അത് അത്രയ്ക്ക് ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് വന്നപ്പോ എന്തൊക്കെയാ മെയിൻ ഐറ്റംസ്? ഞങ്ങള് ഇത് മഷൂറ മഷ് മാജിക്. നമ്മുടെ മഷ്റൂമിനെ ഒരു ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യും. ചില്ലി പോലെ നമ്മളൊരു KFC മോഡല് അങ്ങനെ പറയാം. അങ്ങനെ ഫ്രൈ ചെയ്തതിൽ സ്പെഷ്യൽ ഓറ സോസ് ഉണ്ട്. ഞങ്ങളുടെ ആ സോസ് ഇതിൽ മിക്സ് ചെയ്ത് തരും. പിന്നെ ഈ ഐറ്റം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോണം. ലോഡഡ് ഫ്രൈസ് പോലെ നമ്മുടെ മഷ്റൂമിന്റെ ചിക്കനിൽ വരുന്ന ലോഡഡ് ഫ്രൈസ്. ഇതെല്ലാം ഓയിസ്റ്റർ മഷ്റൂം തന്നെയാണോ? ഓയിസ്റ്റർ മഷ്റൂം. പിന്നെ ഇത് ടാക്കോസ് റോൾ ആയിട്ട് വരും. നമ്മൾ ടോർട്ടില്ല ബ്രെഡ് വെച്ചിട്ട് റോൾ ചെയ്ത് വരുന്ന ഒരു ഡിഷ്. നമ്മൾ റൊമാലിയൊക്കെ അതുപോലത്തെ. പിന്നെ ഇത് ബർഗർ ഓയിസ്റ്റർ മഷ്റൂമിൽ ചെയ്യുന്ന. എന്ത് വായിക്കാം? വോൾക്കാനോ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ. പിന്നെ ഇത് അമേരിക്കൻ ഫ്രൈസ്. നമ്മുടെ KFC ചിക്കൻ മോഡല് മഷ്റൂമിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്നു. ഈ ആദ്യത്തെ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് സിംപ്ലി ബാറ്റർ ആണ്. മറ്റേ ബ്രെഡിംഗ് മിക്സിൽ മുക്കി നമ്മുടെ KFC ചെയ്യുന്നത് അതേപോലെ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ മെഷീനറീസ് ഡീപ് ഫ്രയർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാനും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആക്കി. പിന്നെ ഇത് കോൺ മിക്സ് സ്വീറ്റ് കോൺ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് സ്പൈസി ആണ്. എന്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. ഓക്കെ, നമുക്കിപ്പോ ഇതെല്ലാം റെഡി ആയിട്ടുള്ളത്. ആദ്യം അതിലേക്ക് കിടക്കാം. ഇതെന്താ സ്പെഷ്യല് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്? ഇതാണ് ലോഡഡ് ഫ്രൈസ്. ഇത് 2 ഉണ്ട്. ഇപ്പൊ ഇത് ടേസ്റ്റ് നോക്കണം. നമ്മൾ വേറെ ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. വിഷ്ണു ഉണ്ട്, വൈഫ് ഉണ്ട്, ഭാവി ഉറങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു ഫ്രണ്ടാണ്. ഇവിടെ നേരെ അങ്ങോട്ട് കയറാൻ നോക്കുമായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. റോളുണ്ട്, ബർഗർ ഉണ്ട്, ലോഡഡ് ഉണ്ട്, പിന്നെ മഷ് മാജിക് ഉണ്ട്. 4 ഐറ്റം ഉണ്ട്. ഏതാ വേണ്ടേ? ആദ്യം മഷ് മാജിക്. എന്നാ ഇങ്ങോട്ട് അല്ലേ? അതിലിങ്ങ എല്ലോ ഓയിസ്റ്റർ. ഇവര് ഇതിന്റെ പേരെന്താ നിങ്ങളെ ബ്രാൻഡ് നെയിം? മഷൂറ സ്പൈസസ്. സ്പെഷ്യൽ ഓറ സോസ് എന്ന് പറയുന്നത്. ലോഡഡ് ഫ്രൈസ് അധികം കഴിക്കുന്ന അനുവിന് ഭയങ്കര ഇഷ്ടമാണ്. മാമനെ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രീകാന്ത് ഉണ്ട്. അതുകൊണ്ടാ. അപ്പൊ ഇത് വയറ് കളയണ്ടെന്ന് വെച്ചിട്ട് ശ്രീകാന്തിന്റെ അടുത്തും കൂടി ആദ്യം തന്നെ ഒന്ന് കൊടുത്തത്. അതെ
എക്സ്ചേഞ്ച്. ഇതാണ് ഏറ്റവും സ്പെഷ്യൽ അല്ലേ? ഡിഷസ് ആക്ച്വലി ഇത് ജസ്റ്റ് ട്രെയിലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പറഞ്ഞോ, ഇത് കേൾക്കട്ടെ. അല്ല, ആക്ച്വലി ഞങ്ങൾ ഇതിപ്പോൾ ട്രെയിൽ റണ്ണിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് എത്ര പ്രാവശ്യം പ്രിപ്പയർ ചെയ്തു? ഇതിപ്പോ നമ്മുടെ 15 ആണല്ലേ? 15 തവണ പ്രിപ്പയർ ചെയ്ത് ബെസ്റ്റ് അല്ലേ? നാളെ 15 ആഴ്ച ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത്ര ബെറ്റർ ആക്കാൻ പറ്റും ആണെങ്കിൽ ഇത് ഓക്കെയാ. 15 ദിവസമേ ഉള്ളൂ. അതെ 15 ദിവസം ട്രൈ. അതിന് ഇതെന്താ പേടിക്കേണ്ട? അടിപൊളി സാധനല്ലേ? നിലവില് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ സാധനം കേരളത്തിലില്ല. മഷ്റൂമിന്റെ മാത്രമായിട്ട് ഡിഷും അതിന്റെ ഹട്ടും. ഞാൻ കൂൺകൃഷിന്റെ ക്ലാസ്സിന് ആദ്യം പോയപ്പോൾ അവിടുന്ന് എന്നോട് പഠിപ്പിച്ച അന്ന് മാർക്കറ്റിംഗ് ഡീറ്റെയിൽസിൽ എഴുതിയ ഒന്നാണ് മഷ്റൂം ഹട്ട്. മാളുകളിലും ഇതേപോലെ പബ്ലിക്കായിട്ട് ഇതേപോലത്തെ ഹട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മഷ്റൂമിന്റെ ഡിസൈനും കൂടി ആക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പാണ് നമുക്ക്. അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയാലും. ഇത് 2017 18 ഞാൻ വായിച്ച സാധനമാണ്. ഇതുവരെ ഉള്ളത് ഞാൻ ആരും അങ്ങനെ സ്പെഷ്യലൈസ്ഡ് മഷ്റൂമിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇതിന് പുറമെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്, സോളാർ EV വെഹിക്കിൾസ് ഉണ്ട്. പെട്രോൾ ഒന്നും യൂസ് ചെയ്യാതെ ഇതിന്റെ കാര്യങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ട്. അടുത്തുണ്ട്. ആക്ച്വലി ഞങ്ങൾ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി നമ്മളെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സോളാർ വെഹിക്കിൾ ഉണ്ടല്ലോ, പറഞ്ഞു സോളാർ വെഹിക്കിളിൽ നമ്മൾ ഇതുപോലത്തെ മെയിൻ നമ്മുടെ ഫംഗ്ഷൻസ് ഒക്കെ സിറ്റി ഏരിയാസ് കവർ ചെയ്ത് എല്ലാം. നിങ്ങൾ ബേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാ? ചിറയൻകീഴ്. ചിറയൻകീഴ് കണക്കാവോ? ഇവിടുന്ന് ചിറയൻകീഴ് മന്ത്രി പോന്ന ഡീറ്റെയിൽസ്. മഷ്റൂമിന്റെ മാത്രമായിട്ടൊരു സ്റ്റാള് പിള്ളേർ കൂടിയിട്ട് തുടങ്ങിയതാണ്. അതിന്റെ മാത്രമായിട്ട് ഡിഷും ഒരു ഹട്ടും 4 ഐറ്റംസ്. അപ്പൊ സാർ ഇങ്ങോട്ട് വന്ന ഞാൻ ഇതിന്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടൊന്ന് നാട്ടുകാരെ അറിയിക്കായിരുന്നു, ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് വിളിച്ചതാണ്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അപ്പോ ഓരോന്നിങ്ങനെ അവരാക്കി ചൂടോടെ തന്നപാട് എടുത്തതാ. ഇതാ സാറേ, ഇത് അവരെ സ്പെഷ്യൽ ഏതായിരുന്നു? ഏതായിരുന്നു ഇതില് സ്പെഷ്യൽ? അതുവാ ഇത് 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 ഇവര് സ്പെഷ്യൽ സാധനം. 5 സാധനമാണുള്ളത്. മഷോറ മാജിക് ഒരു ചില്ലി പോലത്തെ ഒരു സാധനം. ഇത് ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പേരെന്താ? ടോർട്ടില്ല ബ്രെഡ്. അതിന്റെ ഷവർമാന്റെ ഒരു വേറെ മോഡല്. ബർഗർ. അതാ സംഗതി. ഇത് ബർഗർ. ഇത് ഞാനിപ്പോ വാങ്ങിയതാ, പൈസ കൊടുത്തോളൂ. അപ്പൊ ഒരു ഷെഫ് ഡിസൈൻ ചെയ്ത് ഇവര് ആദ്യം ഒരു സെറ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഈ സോസും കാര്യങ്ങളൊക്കെ ഒരു ഷെഫ് തന്നെ ബാംഗ്ലൂരാ ആണ് ഈ ഒരു ടേസ്റ്റിലേക്ക് എത്തിച്ചത്. 15 ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാം oyster തന്നെ. മഷ്റൂം ഡിഷസ് മാത്രമേ ഞങ്ങള് ഇത് ഇവരെ ഏറ്റവും സ്പെഷ്യൽ. ഇത് സ്പെഷ്യൽ, ഏറ്റവും സ്പെഷ്യൽ ഇത്. ഇല്ലില്ല. ആ സാബർ പോയോ? സാർ, ഇതൊക്കെ നമ്മളെ മഷ്റൂം ഫാമേഴ്സ് എവിടെയുള്ള നമ്മളെ കസ്റ്റമേഴ്സ് ആണ്. കാട്ടാക്കടയാണ്, നെയ്യാറ്റിൻകരയാണ്. വിഷ്ണു ഇവിടെ വർക്ക് ചെയ്യാണ്. രണ്ടുപേരും യൂത്തായിട്ട് ഫുള്ളായിട്ട് രണ്ടുപേരും വീട്ടിലൊരു ഫാം തുടങ്ങി. 2 ഫാമുണ്ട്. 2500 ദൂരദർശനിൽ ഇതിൽ കൃഷി ഇതിൽ വന്നിട്ടുണ്ട്, വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ഇവരെ വീഡിയോ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഇടാം. അതായത് ഇവർക്ക് ഒരു ഓർഡർ വന്നാലും ഇവരെ വാങ്ങും. അങ്ങനെ 10 പേര് തിരുവനന്തപുരത്ത് മാത്രമുണ്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂണ് ആർക്ക് ഓർഡർ വന്നാലും അങ്ങനെയല്ല. ഇവര് തുടങ്ങിയിട്ട് ഇത്
അപ്പൊ ഇവര് മാളുകളിലും ടൗണിലും ഇതേപോലത്തെ ഇലക്ട്രിക് വണ്ടിയിലും ഇന്ത്യയിൽ ആദ്യമായി QSR മോഡൽ 100% മഷ്റൂം ഉള്ള ഡിഷസ് മാത്രമല്ല എനിക്ക് KFC പോലെ വരുന്ന ഔട്ട്ലെറ്റ്സ് ആണ് പ്ലാൻ ചെയ്യുന്നത്. പറഞ്ഞു കൊടുക്ക്, നീ ദൂരെ വന്നിട്ട് പറയുന്ന കാര്യം പറഞ്ഞു കൊടുക്കറാ. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു മൈക്ക് കൊടുക്ക്, നാട്ടുകാരെല്ലാം കേൾക്കട്ടല്ലേ എന്നാ ചെയ്യാൻ പോകുന്നത്. സാർ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് 100% മഷ്റൂം ഉള്ള ഡിഷസ്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് QSR മോഡൽ. ലൈക്ക് നമ്മുടെ KFC മറ്റേ ഡോമിനോസ് പോലത്തെ QSR മോഡൽ ഔട്ട്ലെറ്റ്സ് മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രാൻഡാണ് ഉദ്ദേശിക്കുന്നത്. അതെ, മഷോറ സ്പൈസ് എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് വരുന്നത്. 25 ലക്ഷം ലോൺ ഉണ്ട്. അതില് ഞങ്ങളുടെ മെയിൻസ് ഇപ്പം പ്ലേസ് ചെയ്തിരിക്കുന്നത് റൂമല്ല, വണ്ടി. KFC മോഡൽ അതിനു വേണ്ടിയിട്ട് ആവാൻ പോവാണ്, നോക്കിയിട്ടുണ്ട്. അത് ഇനിയുണ്ട് സാർ, ഇതുണ്ട്. ഇത് ഞങ്ങളൊരു പ്രത്യേക ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു ഡിഷാണ്. എന്ത് ഇതിന്റെ പേരെന്താ? ലോഡഡ്. ലോഡഡ് തന്നെയല്ലേ ഇത്? അല്ല, ഇത് സോസും പിന്നെന്താ? നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ചിക്കന് നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ. അപ്പൊ അതിന് ഇപ്പൊ നമ്മൾ ഇപ്പൊ നോക്കുന്ന സമയത്ത് നമ്മൾ 100% ഇത് ഒരു മറ്റേ ഹെൽത്തി ഫുഡ് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല, കാരണം നമുക്കിത് എണ്ണയിൽ മിക്സ് ആവുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഈ ഓയിലൊക്കെ മാറ്റിയിട്ട് അല്ല, നിങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇതിലെ കുറച്ചുകൂടെ ഡെവലപ്പ് ആകുമ്പോൾ എയർ ഫ്രയറിലേക്ക് അപ്പം ഫുൾ ഹെൽത്തി 100% നമുക്ക് ഹെൽത്തി ആയിട്ട് ചെറിയ 2-3 മെഷീനാണ് ഇപ്പോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ കാസ്റ്റ് മോഡലാണ് സർ. പിന്നെ നമ്മൾ ഈ പൊല്യൂഷൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോളാർ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അതിൽ നിന്ന് ചാർജ് എടുത്തിട്ട് പോകാം. ആ സാർ, അല്ല ഇത് ഇവരൊന്ന് വീഡിയോ ഇതൊന്ന് എല്ലാരും ഒന്ന് ആക്കാൻ വേണ്ടിട്ട് എല്ലാരും ഇഷ്ടം ഇവരാക്കി. സാറ് ആ മഷ്റൂമിന്റെ മാത്രം അതുപോലെ ഔട്ട്ലെറ്റ്സ് അത് ഫ്രഞ്ച് ഫ്രൈസാ. മഷ്റൂം സാർ, ഇത് വേറെ ഒരു ഫ്രഞ്ച് ഫ്രൈസ്, ലോഡഡ് ഫ്രൈസ് പോലെ ചിക്കന് പകരം മഷ്റൂം. ഇത് 2 സ്പൂൺ വേണം, അല്ലെ ഫോർക്ക് വേണോ? നല്ല മഷ്റൂം എടുക്കും സാറ്. ഷവർമ, പിന്നെ ബർഗർ. പ്രത്യേക സ്ഥലം ഏർപ്പെടുത്തിയില്ല. അല്ല, കഴിക്കുന്ന അന്നേരം കുടിക്കാനും വേണ്ട. ഷേക്ക് ഉണ്ട്, കോഫി വരുന്നുണ്ട്. കോഫി അത് ഓൾറെഡി പ്ലാൻ ഓൾറെഡി വൈൻ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. വൈന് വിൽക്കാൻ പറ്റുമോ? വൈന് ലൈസൻസ് ഉണ്ട് നമുക്ക്. എന്താ കൂണിലേക്ക് വരാനുള്ള കാരണം? കൂണ് സെലക്ട് ചെയ്യാനുള്ള കാരണം? ആക്ച്വലി കൂണ് സെലക്ട് ചെയ്തത് ഞങ്ങളൊരു ഹെൽത്ത് കോൺഷ്യൻസ് ആണ്. ഞങ്ങൾ വേറൊരു ബിസിനസിന്റെ പ്ലാനിലായിരുന്നു. അപ്പോൾ അതിലേക്കൊരു ഫണ്ടിന്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടി ഒരു ബാക്ക് ബോൺ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി തുടങ്ങിയത്. പിന്നെ ഇതിന്റെ ഒരു മാർക്കറ്റിനെ പറ്റി അറിഞ്ഞത്, അതിനെ നമുക്ക് വരുന്ന ഇപ്പോഴത്തെ ഹെൽത്ത് കൺഷ്യസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ മില്ലറ്റ് കഫോർത്തിനുണ്ട്. സാർ, അവർക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനൊക്കെ ഉള്ള പ്രൊവിഷൻ നമുക്ക് MIDH-ലുണ്ട്. റീറ്റെയിൽ ഔട്ട്ലെറ്റ് സംസാരിക്കാം. 10 മിനിറ്റ് സാധനം വരുന്നത്. ബർഗർ കിട്ടിയത് സാർ. ബർഗർ ഒന്ന് ടേസ്റ്റ്. അപ്പോ നമ്മൾ തുടങ്ങിയത് ഒന്നും മോശമായിട്ടില്ല, അടിപൊളിയായിട്ട്. മന്ത്രി വന്ന് വിസിറ്റ് ചെയ്ത് ബർഗർ അല്ല ഇത് ഷവർമ മൊത്തം കഴിച്ചിട്ടുണ്ട്. അടുത്ത ഒരു സാധനം എനിക്ക് ബാക്കിയില്ല. 4-5 സാധനം ഓർഡർ ചെയ്ത് കഴിച്ചോ? ഓ അല്ല, 2 പേര് പിടിച്ച കഴിക്കാൻ പറ്റില്ലല്ലോ.
ഹാപ്പിയാണോ? ഫണ്ട് വരെ ഇതിനകത്ത് എടുക്കണ്ട. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് വെസ്റ്റ് മഷ്റൂം അല്ലേ? ഒരു ഏതായാലും മൊത്തം ഉണ്ട് ഇത് നമ്മുടെ വരുന്ന സൈസ് അനുസരിച്ചിട്ടാണ്. ഇച്ചിരി വലിയ സൈസാണെങ്കിൽ നമ്മളതിനെ കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റും. കാരണം അതിലേക്ക് ഈ ഇൻഫ്യൂസ് ചെയ്യണമല്ലോ അതിൻ്റെ സാധനങ്ങൾ പോകുന്ന. 2 kg കഴിഞ്ഞാൽ എത്ര ഉണ്ടെങ്കിലും നമ്മളതിനെ മാറ്റും. ഓയിൽ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഓയിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ